എനിക്കെതിരെ കേസ് കൊടുത്തവനും കുടുങ്ങും, ഇനി കൂട്ടുവന്നവനും കുടുങ്ങും. പല വകുപ്പ് തപ്പി നടക്കുവാന്ന് മേജർ രവി. അവനറിയത്തില്ല അവനെ ഏതൊക്കെ വകുപ്പിലാണ് ഇപ്പൊ പെട്ടേക്കുന്നതെന്ന്. കാണാനില്ലെന്ന്. ആദ്യത്തെ റൗണ്ടിലെ രവി മുങ്ങി. ഏട്ടം പനിയും ചുമയും തലവേനയായിട്ട് റെസ്റ്റിലാണെന്ന്. 5 ദിവസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുറെ ദിവസമായി. നാളെ വല്ല ഹിക്കേമില്ല. ഇനി ആര് നയിക്കടെ അമ്മ ടീമിനെ? ഓരോരോ എന്തൊക്കെ ബഹളമായിരുന്നു. അവൻ ആർമി, എന്തോ മയിര്, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അങ്ങ് ഭയങ്കര നടപടികളാണ് ഇവിടെ. അങ്ങ് സഹിക്കാൻ മേലാണ്. റേപ്പ് ചെയ്യുന്നൊക്കെയാ ഒരു പെണ്ണ് വന്നെന്ന് പറഞ്ഞേക്കുന്നേ. മനസ്സിലായോ? അത് മകളുടെ പ്രായമൊക്കെ ഉള്ള ആൾക്കാരെ ഇങ്ങനെ ചെയ്യാവോ? എന്താണേലും റേപ്പ് എന്നാണ് ആ പെണ്ണ് പറഞ്ഞിരിക്കുന്നത്. റേപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാ പറയുന്നത്. അത് എങ്ങനെയാ എന്താന്ന് വ്യക്തതയൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും ഈ പരാതികൾ കേൾക്കുമ്പോഴേ നാളെ പോലെ ഹിക്കയില്ല. നാളെ ഇനി വരത്തില്ല. നോക്കിയോ, മുങ്ങും. ഇനി എന്തേലും പണയാമെന്ന നാട്ടുകാർ പൊങ്കാലയിടും. അത്രേ ഉള്ളൂ. ഇനി അധികം കൊണവണ പറയരുതേ. അവിടെ എങ്ങാനും മുങ്ങി മാറിയിരുന്നു, അതാ നല്ലത്. ഹമ്മ 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 ഹേ ഹമ്മ 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 இந்த അറബിക്കടലോരം കണ്ടേനെ. ചെകുത്താന് കിട്ടിയ അവസരം നല്ല രീതിയിൽ ഇപ്പോൾ എന്താണ് ചെകുത്താൻ മുതലാക്കുകയാണ്. ഈ അമ്മക്കെതിരായിട്ടും പിന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദീഖിനെതിരെയൊക്കെ ആയിട്ട് എന്താണ് ചെകുത്താൻ നല്ല രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ആ വയനാട് ദുരന്തത്തിൽ ടെറിട്ടോറിയൽ ആർമിയെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും പിന്നെ അതേമാതിരി നമ്മളെ ലാലേട്ടൻ ആ സംഭവ സ്ഥലത്തേക്ക് പട്ടാള വേഷിട്ടൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അജു അലക്സ് എന്ന് പറയുന്ന ചെകുത്താൻ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ എന്താണ് മോഹൻലാലിനൊക്കെ എന്താണ് വിമർശിച്ചു. അതിനെതിരായിട്ട് ഈ അമ്മ ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന സിദ്ദീഖ് എന്താണ് നമ്മളെ അജു അലക്സ് ചെകുത്താനെതിരെ ഒരു കേസ് കൊടുക്കുകയും അതിനെ സംബന്ധിച്ചിട്ട് ചെകുത്താനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകലൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ ഒരു ഇഷ്യൂ സംഭവം വരുന്നു. അത് അജു അലക്സിനെ അറസ്റ്റ് ചെയ്യലും പിന്നെ ജാമ്യത്തിൽ ഇറങ്ങി ആൾ പുറത്തു വരികയൊക്കെ ചെയ്തുകൊണു. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഇപ്പോൾ ഈ അമ്മ സംഘടനയിലും അതേമാതിരി ഈ നടന്മാർക്കൊക്കെ എതിരെ വരുന്ന ഈ ഒരു ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ചെകുത്താൻ്റെ ഒക്കെ വല്ല ശാപമാണെന്നൊക്കെ നമുക്ക് തോന്നുന്നു. അതോ ചെകുത്താൻ വല്ലതും ചെയ്തുക്കണോ, എന്തെങ്കിലും കൂടോത്രോ മന്ത്രവാദം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ നടന്മാർക്കൊക്കെ എതിരെ ഇങ്ങനെയൊക്കെ വരാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയില്ല. അന്ന് അജു അലക്സിനെ ചെകുത്താനെ അറസ്റ്റ് ചെയ്ത മുതൽ ഈ നടന്മാർക്കൊക്കെ ഓരോ പ്രശ്നങ്ങൾ തുടത്തിയതാണ്. എന്താണെന്നറിയില്ല. ഒക്കെ തോന്നുന്നു ചെകുത്താൻ്റെ ഒക്കെ ശാപമുണ്ട് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മളെ ചെകുത്താൻ്റെ ശാപം ഇല്ലെങ്കിലും ഈ അമ്മ സംഘടനയ്ക്കും പിന്നെ അമ്മയിൽ പ്രവർത്തിക്കുന്ന ഈ മെമ്പർമാർക്കൊക്കെ കുറച്ച് ശാപങ്ങളുണ്ട് എന്തായാലും. അതിപ്പോൾ ചെകുത്താൻ്റെ ഇല്ലെങ്കിലും നമ്മളെ പണ്ട് കാലങ്ങളത്തെ നടന്മാരൊന്നും ആലോചിച്ചാൽ മതി. പണ്ട് കാലത്തെ നടന്മാരോട് ഈ അമ്മ സംഘടന ചെയ്തിരുന്ന കുറച്ച് ക്രൂരതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവരിലൂടെ അല്ലെങ്കിൽ അവരുടെ ശാപമൊക്കെ കിട്ടിയാലും മതി ഈ അമ്മ സംഘടനയിലുള്ളവർക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മരിച്ചുപോയ പണ്ടത്തെ നടനുണ്ടല്ലോ, നമ്മളെ മാള അരവിന്ദൻ എന്ന് പറയുന്ന ഒരു നടനുണ്ട്. ആ നടനൊക്കെ ഇവർ പരമാവധി ഈ അമ്മ സംഘടനയൊക്കെ കുറേ കാലത്തിന് വിലക്കുന്നു. ഒരുപാട് സിനിമകൾ നിഷേധിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ക്രൂരതൊക്കെ ഈ നടന്മാരോടൊക്കെ ഈ സംഘടന ചെയ്തിരിക്കുന്നു. അപ്പോൾ പിന്നെ അവരുടെ ശാപമൊന്നും കിട്ടാതിരിക്കില്ലല്ലോ. ആ ശാപം കിട്ടാതെയൊന്നും ഈ സംഘടനയിലുള്ള നടന്മാരൊന്നും നല്ല രീതിയിലൊന്നും ഇനി മുമ്പോട്ട് പോകൂല. കാരണം അത്രയും ദ്രോഹിച്ചിക്കണു ആ നടന്മാരൊക്കെ. ഈ മാളാരവിന്ദനെ ആണെങ്കിലും ഇപ്പം നമ്മളെ തിലകനാണെങ്കിലും അങ്ങനെയൊക്കെ ഒരുപാട് നടന്മാർ നടിമാരൊക്കെ ഇവർ നല്ല രീതിയിൽ ദ്രോഹിച്ചിക്കണു. അതായത് സിനിമയിൽ നിന്ന് വിലക്ക്, അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള അഭിനയം ഇല്ലാതാക്കുക, അവരുടെ ജീവിതമാർഗ്ഗമാണത്. അപ്പോൾ അതുപോലെ തന്നെ ഈ മാള അരവിന്ദന് ഈ പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉടക്ക് പ്രശ്നമല്ല. കാരണം വെച്ചാൽ ഞാൻ എന്നേക്കാൾ വലിയവരാണ് മറ്റുള്ളവർ എന്ന് ഞാൻ ധരിച്ചാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് ഉടക്കാനാ. എല്ലാവരും ഞാൻ ഇതിന് മുന്നിലേ കാണുള്ളൂ. പക്ഷെ ഉടക്കാറുണ്ടല്ലോ നന്നായിട്ട്. എവിടെ നിന്ന്? ഒറ്റ പ്രാവശ്യം മാത്രമേ ഉടക്കിയിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അത്ര പ്രാവശ്യമായിട്ട് ഉടക്കിയുള്ളൂ. വേറെ ആരായിട്ട് ഉടക്കെന്ന് വെച്ചാൽ ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു. അതിവിടെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വിനയൻ്റെ പടത്തിന് അഡ്വാൻസ് വാങ്ങിച്ചു. എന്നെ വിനയൻ്റെ പടത്തിൽ അഭിനയിക്കേണ്ട എന്ന് അവർ പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞു. ഞാൻ പറഞ്ഞു അഡ്വാൻസ് വാങ്ങിച്ചു പോയി, തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല. അല്ല, ഇവിടെ പലരും തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അവരുടെ അച്ഛനല്ലല്ലോ എൻ്റെ അച്ഛൻ. എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അഭിനയിക്കും. കാലൊടിഞ്ഞാലും ഞാൻ അഭിനയിക്കും. ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യും ഞാൻ. വീരപ്പൻ അങ്ങനെ ചെയ്തിരുന്നത് ഒരു കാലിൽ. പക്ഷെ മൃഗാദികളൊക്കെ നിശ്ചലമാകും. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞാൽ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം വിലക്കിയോ?
വിലക്കി കുറച്ച് 3-4 പടം പോയി എൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കാനുള്ള മാർഗ്ഗമില്ല, അതുകൊണ്ട് അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. ഇവിടെയുള്ള സർവ്വ നടീനടന്മാരെയും സർവ്വ കലാകാരന്മാരും സംഗീത കലാകാരന്മാരൊക്കെ പാടി പുകഴ്ത്തി നടക്കുന്ന പുത്തൂരം വീടാകുന്ന അമ്മയുടെ അമ്മ എന്ന സംഘടനയുടെ അവിടെ പാടി പുകഴ്ത്തി നടക്കുന്ന പണനാരാണ് ഞാൻ. എല്ലാവരും ഇവർ നല്ലതേ പറയുള്ളൂ. ഒരക്ഷരം ഒരാളെ പറ്റി പറഞ്ഞിട്ടില്ല, ഒരു വേണ്ടാത്ത പറഞ്ഞിട്ടില്ല ഞാൻ. അപ്പം എനിക്ക് എന്തിനു പേടിക്കും? എനിക്ക് ദൈവത്തിനെ മാത്രമല്ല പേടിക്കുള്ളൂ. ഈ പാണനാരനെ പോലും അവർ വിലക്കി. വിലക്കിയിട്ട് ഞാൻ പറഞ്ഞതെന്താ അറിയാമോ? നാടകമില്ലെങ്കിൽ അല്ല സിനിമയില്ലെങ്കിൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും. സിനിമയില്ലെങ്കിൽ ഞാൻ സീരിയലിൽ അഭിനയിക്കും. സീരിയലിൽ നിന്ന് വിലക്കി കഴിഞ്ഞാൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും. നാടകത്തിൽ നിന്ന് വിലക്കി കഴിഞ്ഞാൽ ഞാൻ തബല വായിക്കും. ഇനി ഇത് 4ൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ ഭാര്യയുടെ പഴയ സാരിയുണ്ട്, അത് കൂട്ടിക്കെട്ടി തെരുവ് നാടകം നടത്തുന്നു ഞാൻ പറഞ്ഞു. അങ്ങനെ ചങ്കൂറ്റുകൊണ്ടിരിക്കുക കാര്യം. ആരെങ്കിലും വിലക്കുമോ? ഈ പ്രായത്തിനൊന്നും മാളച്ചേട്ടൻ്റെ മനസ്സിലെ നിശ്ചയദാർഢ്യത്തെ തളർത്താൻ പറ്റിയിട്ടില്ല. ഇല്ല. അല്ല, ഇങ്ങനെയൊക്കെ ക്രൂരത കാട്ടാൻ ഈ നടന്മാരൊക്കെ എന്താ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ഈ പണ്ടത്തെ നടന്മാർ, അതായത് തിലകനും അതേമാതിരി ഈ മാള അരവിന്ദൻ എന്നൊക്കെ പറയുന്ന ഈ നടന്മാരൊക്കെ എന്ത് കുറ്റമാണ് ഇപ്പോൾ ഈ അമ്മയോട് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് അറിയാമലായിട്ട് ചോദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവരുടെ സിനിമകൾ വിലക്കുക, അല്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ കൊടുക്കരുതേ എന്ന് പറയുക, അതല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ് വാങ്ങിക്കണമെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പറയുക. അങ്ങനെയൊക്കെ പറയാൻ എന്താണ് ഈ അമ്മ സംഘടനയ്ക്കുള്ള അവകാശം? അങ്ങനെ ഒരു അവകാശം ഉണ്ടോ? എനിക്കറിയില്ല. അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഒരാളുടെ ജീവിതമാർഗ്ഗമാണ് ഈ ഒരു അഭിനയം. ഈ അഭിനയത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. എല്ലാ നടന്മാരും ജീവിക്കുന്നത് അത് തന്നെ, അതൊരു ബിസിനസ് തന്നെയാണ്. അല്ല ഒരു കല എന്നൊന്നും പറഞ്ഞിട്ട് കലാബോധമൊന്നും ഇപ്പോൾ ഈ ഓരോ നടന്മാർക്കൊന്നും ഇല്ല, ഒക്കെ ഒരു ബിസിനസ്സാണ്. അതിൽ നിന്ന് ഇപ്പോൾ കിട്ടണ ലക്ഷങ്ങളും കോടികളും എന്ന് പറയുന്നത് പണ്ടത്തെ ആൾക്കാർക്ക് കിട്ടുന്നത് 500, 1000, 2000 എന്നൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ കിട്ടുന്നത്. ഇപ്പം അത് ലക്ഷങ്ങളും കോടികളും ആയി. അപ്പം എന്താണ്, ഇതൊരു ബിസിനസ് തന്നെയാണ്. അന്ന് കിട്ടുന്നതും ഇന്ന് കിട്ടുന്നതും പൈസ തന്നെയാണ്. ആ പൈസ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നതും. അപ്പോൾ അന്ന് അവർ കിട്ടുന്ന പൈസ കൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ അവരുടെ തൊഴിൽ നിഷേധിക്കുക. അപ്പോൾ പിന്നെ പണ്ടത്തെ നടന്മാരുടെ ശാപം ഇപ്പോൾ അമ്മ സംഘടനയിലുള്ളവർക്ക് കിട്ടാതിരിക്കുമോ? അവർക്ക് കിട്ടും, എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിത് അനുഭവിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. അപ്പം ഇനിയിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്ന മാതിരിയുള്ള പരാമർശങ്ങളും അതേമാതിരി അവർക്കെതിരെ ഈ നടന്മാർക്കെതിരെ ഈ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? നല്ല രീതിയിൽ ശിക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യണം? ഈ സിനിമയിൽ നിന്ന് തന്നെ ബാൻ ചെയ്തിട്ട് ഇവരെ സിനിമയിൽ നിന്ന് ഒഴിവാക്കണം. പണ്ടത്തെ നടന്മാർ അനുഭവിച്ച അതേ അനുഭവം തന്നെ ഇവരും അനുഭവിക്കണം.